Hi everyone, I am Dr. Christy. Health and Motivation എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കുണ്ടാവുന്ന വിരശല്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് നമുക്ക് വീടുകളിൽ എങ്ങനെ ശ്രദ്ധിക്കാം, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിന്നിവിടെ പിള്ളേർക്കുണ്ടാകുന്ന വിരശല്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് പിള്ളേർക്കുണ്ടാകുന്ന വിരശല്യം പിള്ളേർക്കും അതേപോലെ തന്നെ വലിയവർക്കും കോമൺലി കാണുന്നതാണ്. പക്ഷേ പിള്ളേർക്കുണ്ടാകുന്ന വിരശല്യം എല്ലാ വീട്ടുകാരും അത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പക്ഷേ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കണം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് വിര എന്ന് നമുക്ക് നോക്കാം. വിര എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേം എന്ന് പറയുന്നത് ഒരു പാരസൈറ്റാണ്. പാരസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ളിൽ തന്നെ ആഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിന് ബോഡിക്കുള്ളിൽ കഴിയാൻ ഭയങ്കര ഇഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് വേംസ് ഉണ്ടെന്ന് നോക്കാം. വേംസ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് കോമൺലി കാണുന്ന ടൈപ്പ് എന്ന് പറയുന്നത് പിൻവേം, റൗണ്ട് വേം, ഹുക്ക് വേം, ടേപ്പ് വേം. ഈ നാലെണ്ണത്തിൽ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കോമൺലി കാണുന്നത് പിൻവേമാണ്. പിൻവേമിനെ പറയുന്നത് എൻട്രോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറയും. നമ്മൾ സാധാരണ OPയിൽ വരുന്ന എല്ലാ പിള്ളേർക്കും എൻട്രോബിയസ് വെർമിക്കുലാരിസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പിൻവേം. അപ്പോൾ ഈ പിൻവേം എന്താണെന്ന് നോക്കാം. പിൻവേം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും. നമുക്ക് കുട്ടികളുടെ മലത്തിൽ തന്നെ കാണാൻ പറ്റും. നൂല് പോലെ ഇരിക്കുന്ന വെളുത്ത കളറിലുള്ള ഒരു വേം തന്നെയാണ്. ഇതിന് മാക്സിമം പോയ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 ഇഞ്ച് നീളം മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ മലത്തിൽ, കുട്ടികളുടെ മലത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വേം തന്നെയാണ് പിൻവേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കുട്ടികൾ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, കുട്ടികളിൽ എന്ത് കാണിക്കുന്നു എന്നും കൂടെ നോക്കാം. ഈ അസുഖമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ വേമുള്ള കുട്ടികൾ പൊതുവേ പാരൻസ് പറയുന്ന കംപ്ലയിൻറ്റ് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ കുട്ടിക്കൊരു ശക്തിയില്ലായ്മ, അല്ലെങ്കിൽ കുട്ടി ഒന്നും കഴിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് കുട്ടിയുടെ മലദ്വാരത്തിൽ ചൊറിച്ചിൽ. ഈ മലദ്വാരത്തിൽ ചൊറിച്ചിൽ എപ്പോഴും ഉണ്ടാവും, പക്ഷേ രാത്രി സമയത്താണ് മലദ്വാരത്തിൽ ചൊറിച്ചിൽ കൂടുതലുണ്ടാവുന്നത് ഈ പിൻവേമാണെങ്കിൽ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, രാത്രികാലങ്ങളിൽ ഈ നമ്മുടെ എൻട്രോബിയസ് വെർമിക്കുലാരിസ് എന്ന വേംസ് രാത്രികാലങ്ങളിൽ മുട്ടയിടാൻ വേണ്ടി പുറത്തോട്ട് വരും, മലദ്വാരത്തിന് പുറത്തോട്ട് വരും. നമ്മുടെ കുടലിൽ നിന്നും മലദ്വാരത്തിന് പുറത്തോട്ട് വരും. ഇത് ഒരു സമയത്ത് 1000-ഓളം മുട്ടയിടുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മുട്ടയിടുന്ന ടൈമിൽ ഈ നമ്മുടെ വേമിൻ്റെ വാല് നമ്മുടെ മലദ്വാരത്തിൽ തട്ടിയാണ് കുട്ടിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ട് രാത്രി ചൊറിച്ചിൽ കൂടുന്നു. രാത്രി ചൊറിച്ചിൽ കൂടാൻ കാരണം ഈ മുട്ടയിടാൻ വേണ്ടി പുറത്തു വരുന്ന ടൈമിലാണ് പിള്ളേർക്ക് രാത്രി ചൊറിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇത് നമ്മുടെ പിൻവേമിൻ്റെ കാര്യം. അടുത്ത് പറയുന്നത് റൗണ്ട് വേമാണ്. റൗണ്ട് വേം അങ്ങനെ കോമൺലി കാണുന്നതല്ല, പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. റൗണ്ട് വേം നമ്മൾ അല്ലെങ്കിൽ അസ്കാരിയാസിസ് എന്ന് പറയും. ഇത് മറ്റ് വേംസ് പോലെയല്ല, ഇച്ചിരി കൂടെ തടിച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ നമ്മുടെ വയറ്റിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ, കാരണം ഇത് തടിച്ച് കൊഴുത്തിരിക്കുമല്ലേ, അപ്പം കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ഛർദിലുണ്ടാവും. അതുപോലെ തന്നെ മലം പോകാൻ ബുദ്ധിമുട്ടും ഉണ്ടാവും. പിന്നെ ഈ ഒരു വേംസിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇതിന് ശ്വാസകോശത്തിലോട്ട് കടക്കാൻ പറ്റും. അപ്പോൾ ശ്വാസകോശത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും അതേപോലെ തന്നെ കുട്ടിക്ക് നല്ല പനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. പിന്നെ അടുത്ത് പറയുന്നത് ഹുക്ക് വേം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നോർമലി പറയുന്നത് കൊക്കപ്പുഴു. ഇതും നമ്മൾ അസ്കാരിസ് പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി തടിച്ച പുഴു തന്നെയാണ്. ഇതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. മലം പോകുമ്പോൾ ബ്ലഡും കൂടെ പോകും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അനീമിയ കാണും. അനീമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ കുറവ്. ഈ പുഴുവിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മൾ ചെരുപ്പിടാണ്ട് എന്ന് പറഞ്ഞാൽ ഈ അസുഖമുള്ള ആൾക്കാരുടെ മലമൂത്ര വിസർജനം ചെയ്യുന്നിടത്ത് മുട്ടയുണ്ടാകും. അപ്പോൾ അതിൽ കൂടെ ഒരാൾ ചെരുപ്പിടാണ്ട് നടക്കുവാണെങ്കിൽ ഇതിന് സ്കിന്നിനെ തുളച്ച് കയറാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇതിന് നമ്മുടെ ബോഡിയിലെത്താൻ പറ്റും. സോ ഇത് രണ്ടും അത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പിൻവേം തന്നെയാണ്. സോ ഇനി നമുക്കടുത്ത് നോക്കേണ്ടത് ഇത് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആദ്യം നമുക്കിത് പകരുന്നത്
ഇപ്പോൾ കുട്ടികളറിയാം, കുട്ടികൾക്ക് ചൊറിച്ചിലുണ്ടാകുമ്പോൾ അവരെ എന്തായാലും കൈവച്ച് ചൊറിയും. അപ്പം ചൊറിയുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുട്ടികളുടെ നഖത്തിൻ്റെ ഇടയിൽ ഈ ഒരു വേമിൻ്റെ മുട്ട കയറിയിരിക്കും. പിള്ളേരുടെ കാര്യമാകുമ്പോൾ അവർ കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ വായിൽ വയ്ക്കുന്ന സ്വഭാവമുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇവർ ഈ ചൊറിഞ്ഞതിന് ശേഷം ഇവരുടെ നഖത്തിൻ്റെ ഇടയിൽ മുട്ട കയറിയിരിക്കുകയും ഇവരെ കൈ കഴുകാണ്ടോ അല്ലെങ്കിൽ കൈ വായിൽ വയ്ക്കുന്ന സമയത്തോ ഈ മുട്ട വായ്ക്കകത്തു കൂടി വയറ്റിൽ പോവുകയും അങ്ങനെ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവും. അതൊരു പോയിന്റ്. പിന്നെ അത് മാത്രമല്ല, കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലെ ഒരാൾക്ക് ഈ ഒരു വേമിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അവർ ബാത്റൂമിൽ പോയതിന് ശേഷം ചിലപ്പോൾ അതിൻ്റെ മുട്ട എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. അപ്പോൾ ആ ക്ലോസറ്റിൻ്റെ എവിടെയെങ്കിലും മുട്ട ഇരിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ ആ വീട്ടിൽ അടുത്തൊരാൾ പോകുമ്പോൾ അവർക്ക് ഈ മുട്ട അവരുടെ ദേഹത്ത് കയറുകയും അങ്ങനെ അവർക്കും ഈ ഒരു വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഫ്ലൈസ് എന്ന് പറയുമ്പോൾ ഈച്ചകൾ. ഈ ഈച്ചകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ആഹാര സാധനങ്ങളിലും അവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. ഈ മുട്ടയുള്ള മലമൂത്ര വിസർജനം കിടക്കുന്നിടത്ത് ഈ ഈച്ചകൾ പോയി ഇരിക്കുകയും അത് പിന്നെ നമ്മുടെ ആഹാരങ്ങൾ വന്നിരിക്കുകയും ചെയ്യുമ്പോൾ ഈ മുട്ടകൾ സ്വാഭാവികമായും നമ്മുടെ ആഹാരത്തിൽ വന്ന് വീഴുകയും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിനകത്തോട്ട് ഈ മുട്ടകൾ പോവുകയും അങ്ങനെ നമുക്ക് വേമിൻ്റെ ഇതുണ്ടാവുകയും ചെയ്യും. പിന്നെ ഹൈജീൻ, ഹാൻഡ് വാഷ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി പിള്ളേർക്ക് നമുക്കിതൊക്കെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടുകാർ തന്നെ ശ്രദ്ധിച്ചാലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പിള്ളേർക്ക് നമുക്കിത് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പാരൻസ് പിള്ളേർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം, കുട്ടികൾക്ക് 1 വീക്ക് കൂടുമ്പോൾ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നഖം വെട്ടിക്കൊടുക്കുക. അത് മാത്രമല്ല, നഖം വെട്ടിക്കൊടുത്തതിന് ശേഷം ശീലിക്കേണ്ടത് ഒരു കുഞ്ഞ് ബ്രഷ് അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. നഖത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ 1-2 മുട്ടയൊക്കെ കാണുമായിരിക്കും. സോ നഖത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് ആ ഒരു ബ്രഷ് വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുക. സോ ബാക്കിയുള്ള മുട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് മാറിക്കോളും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക് നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക, അത് അവരെ പരിശീലിപ്പിക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത്, പിള്ളേരുടെ അണ്ടർ ഗാർമെൻറ്റ്സും ഡ്രസ്സും എല്ലാം കുട്ടികൾക്ക് ഈ ഒരു വേം ഇൻഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ചൂട് വെള്ളത്തിലിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. അത് മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന ഈവൻ ടോയ്സ് വരെ, കാരണം ഇവരുടെ കയ്യിലുള്ള മുട്ട ടോയ്സിലോട്ടൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. സോ പിന്നെയും അവർ വന്ന് പിടിക്കുമ്പോൾ അവർക്ക് പിന്നെയും ഇൻഫെസ്റ്റേഷൻ ഉണ്ടാകും. സോ അവർ യൂസ് ചെയ്യുന്ന ടോയ്സ് വരെ ചൂട് വെള്ളത്തിലിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിച്ചെടുക്കുക. അടുത്ത് ചെയ്യേണ്ടത്, പിള്ളേർ കിടക്കുന്ന ബെഡ്ഷീറ്റ്, ഇപ്പോൾ പാരൻസിൻ്റെ കൂടെ ആയിരിക്കും കിടക്കുന്നത്, അവിടെ കിടക്കുന്ന ബെഡ്ഷീറ്റ് മാറ്റുക. ഒരു 1 വീക്ക് ഇവർക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഇനി ഒരു കുട്ടിക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കും. ഈ ഒരു അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ പൊതുവെ ആൽബൻഡസോളാണ് കൊടുക്കുക. ഈ ആൽബൻഡസോൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ മുതിർന്നവരും മരുന്ന് കഴിക്കുക. ഇപ്പോൾ നമ്മൾ OPയിൽ വരുമ്പോൾ നമ്മൾ മുതിർന്നവരോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ ശല്യം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അവർക്കത് സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരപ്പോൾ ഇല്ലാന്നേ പറയത്തുള്ളൂ. പക്ഷേ വീട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ വീട്ടുകാരും കൂടെ മരുന്ന് കഴിക്കുക. അപ്പോൾ ഈ മെഡിസിൻ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, ഡോക്ടർ നമ്മൾ എത്ര വയസ്സ് മുതലാണ് കുട്ടിക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കേണ്ടത്? 1 വയസ്സാകുമ്പോൾ കുട്ടിക്ക് വിരയ്ക്കുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. എവറി 6 months റിപ്പീറ്റ് ചെയ്യുക. 2 വയസ്സിന് താഴെയുള്ളവർക്ക് സെറപ്പ് ആൽബൻഡസോൾ 5 ml 2 ആഴ്ച ഇടവിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇന്ന് കൊടുക്കുവാണെങ്കിൽ 2 വീക്സ് കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. പിന്നെ 6 months കഴിഞ്ഞ് കൊടുക്കുക. അങ്ങനെ കൊടുക്കേണ്ടത്. ഇനി 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ സെറപ്പ് ആൽബൻഡസോൾ 10 ml ഇന്ന് കൊടുക്കുവാണെങ്കിൽ 2 വീക്സ് കഴിഞ്ഞ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ OPയിലിരിക്കുമ്പോൾ കൂടുതലായിട്ടും വരുന്ന പാരൻസ് വന്ന് പറയുന്നൊരു പരാതിയാണ്, ഡോക്ടർ ഞങ്ങൾ കഴിഞ്ഞ മാസം 2 ഡോസ് മെഡിസിൻ കൊടുത്തു 2 ആഴ്ച ഇടവിട്ട്, പക്ഷേ കുട്ടിക്ക് പിന്നെയും വേം ഇൻഫെസ്റ്റേഷൻ വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് ഇപ്പോഴും ചൊറിച്ചിലാണ്, കുട്ടിയുടെ മലത്തിൽ ഇത് വേം കാണുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രിവെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ മരുന്ന് കൊടുത്തു വിടും, കൊണ്ടുപോയി മെഡിസിൻ കൊടുക്കും, പക്ഷേ ഇവർ വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നഖം വെട്ടുക, ബെഡ്ഷീറ്റ് മാറ്റുക, അതേപോലെ തന്നെ ആ കുട്ടിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും മെഡിസിൻ കഴിക്കുക, പ്രോപ്പർ ഹാൻഡ് വാഷ് പഠിപ്പിക്കുക കുട്ടീനെ, അവരുടെ എല്ലാ ടോയ്സും അതേപോലെ എല്ലാ ഡ്രസ്സും ചൂടുവെള്ളത്തിലിട്ട്
നനയ്ക്കുകയും അതേപോലെ തന്നെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയും ചെയ്യുക. ഇങ്ങനെ എല്ലാം ചെയ്താൽ മാത്രമേ, അതിൻ്റെ കൂടെ മെഡിസിനും കൂടെ കഴിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഫുൾ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.